വിലാപങ്ങളുടെ പുസ്തകം 2-ാം അധ്യായം 19-ാം തിരുവചനം. രാത്രിയിൽ യാമങ്ങളുടെ ആരംഭത്തിൽ എഴുന്നേറ്റ് ഉറക്കെ നിലവിളിക്കുക. കർത്താവിന്റെ സന്നിധിയിൽ ജലധാര പോലെ നിന്റെ ഹൃദയത്തെ ചൊരിയുക. പ്രിയപ്പെട്ടവരെ, ഈ രാത്രിയുടെ യാമങ്ങളിൽ വചനത്തിനായിട്ട് നമുക്ക് കാതോർക്കാം. ഈ വചനത്തിലൂടെ വചനമായിട്ട് മാംസം ധരിച്ച ഈശോ എന്റെ നിന്റെ ഉള്ളിലേക്ക് കടന്നു വന്നുകൊണ്ട് നമ്മുടെ ആഗ്രഹങ്ങളിലേക്കും നിയോഗങ്ങളിലേക്കും കടന്നു വന്നുകൊണ്ട് നമ്മുടെ പാപങ്ങളെങ്കിലും മാറ്റി വിശുദ്ധീകരിക്കുവാനുള്ള ആ ആഗ്രഹത്തോടുകൂടി നമുക്ക് സ്വസ്ഥമായിട്ടിവിടെ ഇരിക്കും. ഒരു വചന പ്രഘോഷകന് ഒരു ദിവസം വചനം പറയുവാൻ വേണ്ടി ഒരു ഹാളിലേക്ക് കടന്നു വന്നു. ഹാളിലേക്ക് കടന്നു വന്നപ്പോൾ അദ്ദേഹം നോക്കിയപ്പോൾ ഒറ്റ ഒരാൾ മാത്രമാണ് വചനം കേൾക്കുവാനായിട്ട് അവിടെ ഉണ്ടായിരുന്നത്. പ്രഘോഷകന് വലിയ സങ്കടമായി. ഒത്തിരി തയ്യാറെടുത്ത് പ്രസംഗിക്കാൻ വേണ്ടി കടന്നു വന്നപ്പോൾ കേൾക്കുവാനായിട്ട് ഒരേ ഒരാൾ മാത്രമേ ഉള്ളൂ. വചനപ്രഘോഷന്റെ ഈ ബുദ്ധിമുട്ടൊക്കെ കണ്ടപ്പോൾ കേൾക്കുവാനായിട്ടിരുന്ന ഒരേ ഒരാൾ എഴുന്നേറ്റ് സ്വയം പരിചയപ്പെടുത്തിയിട്ട് പറഞ്ഞു, ബ്രദറെ, ഞാനൊരു ചിക്കൻ ഫാം നടത്തുന്ന ഒരു വ്യക്തിയാണ്. എന്റെ ചിക്കൻ ഫാമില് എല്ലാ കോഴികളും വെറ്റി തീർന്ന് ഒരു കോഴി മാത്രമായിട്ട് അവശേഷിച്ചാലും ആ ഒരു കോഴിക്ക് ഞാൻ തീറ്റ കൊടുക്കുന്നത് മുടക്കാറില്ല. വചനപ്രഘോഷന് ഭയങ്കര സന്തോഷമായി. അദ്ദേഹം ഉദ്ദേശിച്ചത് ഇതാണ്, ഞാൻ ഒരാൾ മാത്രമേ കേൾക്കുവാനായിട്ടുള്ളൂവെങ്കിലും വചനം പ്രഘോഷിക്കണമെന്നാണ് ആ വ്യക്തി ഉദ്ദേശിച്ചത്. വചനപ്രഘോഷന് ഭയങ്കര സന്തോഷമായി. ഇത്ര തീഷ്ണതയുള്ള ഒരു വിശ്വാസിയാണല്ലോ കിട്ടിയിരിക്കുന്നത്. അങ്ങനെയുള്ള ഒരാളാണെങ്കിൽ എനിക്ക് കുഴപ്പമില്ല, വചനം പറയാം. എല്ലാ ദിവസവും 1 മണിക്കൂർ വചനം പറയുന്ന ആ പ്രഘോഷകന് ഈ സന്തോഷത്തിൽ നിന്ന് 2 മണിക്കൂർ വചനം പങ്കുവെച്ചു. വചനം പങ്കുവെച്ചിട്ട് വീണ്ടും അദ്ദേഹം ഈ കേൾവിക്കാരുടെ അടുത്തേക്ക് ചെന്നു. എന്നിട്ട് പറഞ്ഞു, ആദ്യം പറഞ്ഞ ഉദാഹരണം എനിക്ക് വളരെ ഭംഗിയായിട്ട് ഇഷ്ടപ്പെട്ടു, അതുകൊണ്ടാണ് ഞാൻ ഇത്രമാത്രം സമയം എടുത്ത് പ്രസംഗിച്ചത്. അപ്പോഴാ ചേട്ടൻ പറഞ്ഞു, എന്റെ ഫാമിൽ അവശേഷിക്കുന്ന ഒരു കോഴിക്ക് ഒരു കോഴി മാത്രമേ ഉള്ളെങ്കിലും തീറ്റ കൊടുക്കുമെന്ന് ഞാൻ പറഞ്ഞിരുന്നു. അത് ശരിയാണ്, പക്ഷേ ആ ഒരു കോഴിക്ക് ഒരു ചാക്കയെ മൊത്തം കോഴിത്തീറ്റ കൊടുക്കുമെന്ന് ഞാൻ പറഞ്ഞതായിരുന്നു എന്ന് ചോദിച്ചു. കാരണം പ്രസംഗിക്കാൻ പറഞ്ഞിരുന്നെങ്കിലും ഈ 2 മണിക്കൂർ നേരത്തെ പ്രസംഗം അദ്ദേഹത്തിന് തൃപ്തിയായില്ല. പ്രിയപ്പെട്ടവരെ, പലപ്പോഴും വചനം പങ്കുവയ്ക്കുന്ന എന്റെയും അവസ്ഥ ഇതാണ്. ഞാൻ ചില കാര്യങ്ങളൊക്കെ പറയുന്നു, നിങ്ങൾ വേറെ ചില കാര്യങ്ങളൊക്കെ കേൾക്കുന്നു. ഫലമുളവാക്കുന്ന ഒരു വചന പ്രഘോഷണമായിട്ട് മാറുന്നുണ്ട്. പ്രിയപ്പെട്ടവര്, ദൈവമായ പിതാവ് ആഗ്രഹിക്കുന്ന അതേ കാര്യങ്ങൾ ഇന്ന് നിങ്ങളോട് പറയുവാനായിട്ട് ദൈവം ആഗ്രഹിക്കുന്ന അതേ കാര്യങ്ങൾ എന്റെ അതിരത്തിലൂടെ ഇവിടേക്ക് കടന്നു വരണം. ആ സ്വരവീചികള് ഞാൻ ആഗ്രഹിക്കുന്ന അതേ മാറ്റോടുകൂടി നിങ്ങളുടെ ചെവികളിൽ കൂടി കേട്ട് നിങ്ങളുടെ ഹൃദയത്തിലെത്തണം. അതിന് ഞാനും നിങ്ങളും ഇവിടെ ആയിരുന്നതുകൊണ്ട് മാത്രം കാര്യമില്ല. അതിന് പരിശുദ്ധ ആത്മാവിന്റെ ഇടപെടൽ ഉണ്ടാകണം. വചനം പറയുന്ന വ്യക്തിയുടെ കഴിവിലോ അല്ലെങ്കിൽ ഏത് വചനഭാഗമാണോ പങ്കുവെക്കുന്നത് അതിന്റെ പ്രാധാന്യമോ കേൾക്കുന്നവരുടെ വിദ്യാഭ്യാസ യോഗ്യതയൊന്നുമല്ല, മറിച്ച് ഇവിടെ ആയിരിക്കുമ്പോൾ എന്റെ ദൈവം എന്നെ ഇവിടെ കൂട്ടിക്കൊണ്ടു വന്നത് ഒരു വചനത്തിന്റെ ഏതെങ്കിലും ഒരു ഭാഗമാകാം, അല്ലെങ്കിൽ ഇവിടെ നടക്കുന്ന ആരാധനയിലെ എന്റെ ഒരു പ്രസൻസ് ആകാം, അല്ലെങ്കിൽ ഈ ആലയത്തില് എന്റെ സാന്നിധ്യം എന്റെ ദൈവം ആഗ്രഹിക്കുന്ന ചിന്തയാകാം. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ഈ വചനത്തിൻ്റെതായ ഈ തിരുമണിക്കൂറുകളില് പരിശുദ്ധാത്മ അഭിഷേകത്തിനായിട്ട് പ്രാർത്ഥിച്ചുകൊണ്ട് ധ്യാനിച്ചുകൊണ്ട് ഒരു നല്ല വചനം കേൾക്കുവാനുള്ള തുറവി കെട്ടാൻ നിങ്ങൾക്കും ഒരു നല്ല വചനം പങ്കുവയ്ക്കാൻ എനിക്കും സാധിക്കട്ടെ എന്നുള്ള ആത്മാർത്ഥമായ പ്രാർത്ഥനയോടുകൂടി ഇവിടെ ആയിരിക്കുക. പ്രിയപ്പെട്ടവരെ, നമ്മളൊക്കെ പ്രാർത്ഥനയുടെ മനുഷ്യരാണ്. വ്യത്യസ്തങ്ങളായ രീതിയിൽ പ്രാർത്ഥിക്കുന്നവരാണ് നമ്മൾ. നമ്മുടെ പ്രാർത്ഥനയുടെ ഏറ്റവും മൂല്യമേറിയ ഒരു ഭാഗം എന്ന് പറയുന്നത് നമ്മുടെ ദിവ്യബലിയാണ്, വിശുദ്ധ കുർബാന. കാൽവരിക്കുന്നില് ഈശോ അർപ്പിച്ച ആ രക്ഷായാഗത്തിന്റെ പുനരവതരണമായ വിശുദ്ധ ദിവ്യബലി, അതാണ് നമ്മുടെ പ്രാർത്ഥനയുടെ ഏറ്റവും മേന്മയേറിയ അല്ലെങ്കിൽ മൂല്യവത്തായ ഒരു ആരാധന. ജപമാലയിലൂടെയും നമ്മൾ പ്രാർത്ഥിക്കാറുണ്ട്. പരിശുദ്ധ അമ്മയോടൊപ്പം തിരുക്കുമാരനെ സ്മരിക്കുന്നതായ പ്രാർത്ഥന സാത്താനെതിരെയുള്ള പിശാചിനെതിരെയുള്ള ഒരു വലിയ കോട്ടയാണ് ജപമാല. വിശുദ്ധ കുരിശിന്റെ വഴി നമ്മൾ നടത്താറുണ്ട്. ആ കാൽവരിയിലേക്കുള്ള ഈശോയുടെ യാത്രയുടെ 14 സ്ഥലങ്ങളിലൂടെ
കടന്നുപോയിക്കൊണ്ട് എന്റെ സഹനങ്ങളെ ഈശോയുടെ സഹനങ്ങളുമായിട്ട് ചേർത്ത് വെക്കുന്ന വിശുദ്ധ കുരിശിന്റെ വഴി. അപ്പോ വിശുദ്ധ കുർബാന നമുക്കുണ്ട്, ജപമാലയുണ്ട്, കുരിശിന്റെ വഴിയുണ്ട്. എന്നാൽ നമ്മൾ ഈ തിരുമണിക്കൂറുകൾ ധ്യാനിക്കുന്നത് ഉപവസിച്ച് പ്രാർത്ഥിക്കുമ്പോ എന്താണ് എനിക്ക് നിങ്ങൾക്ക് ലഭിക്കുന്നതായ നേട്ടം? ഉപവാസ പ്രാർത്ഥന. ഇതേക്കുറിച്ച് പറയുമ്പോൾ ഒത്തിരി തെറ്റിദ്ധാരണകളുണ്ട്. ചിലരൊക്കെ പറയാറുണ്ട്, ദൈവമായിട്ട് കഴിക്കാൻ തന്ന വകകളൊക്കെ നിഷേധിച്ചുകൊണ്ട്, വേണ്ട എന്ന് പറഞ്ഞുകൊണ്ട്, അല്ലെങ്കിൽ പട്ടിണി കിടന്നുകൊണ്ട് പ്രാർത്ഥിക്കാനായിട്ട് ദൈവം പറയുന്നില്ല, അതുകൊണ്ട് ഉപവസിച്ച് പ്രാർത്ഥിക്കേണ്ട കാര്യമില്ല എന്ന് പറയുന്ന ചിലരുണ്ട്. വേറെ ചിലർക്ക് ഉപവസിക്കുന്നുണ്ടെങ്കിലും അതിൻ്റെതായ തീഷ്ണതയിൽ അവർക്ക് ഉപവസിക്കാൻ സാധിക്കാത്തത് കൊണ്ട് അവർക്കും അനുഗ്രഹം ലഭിക്കുന്നില്ല. എന്നാൽ പ്രിയപ്പെട്ടവരെ, ചിലരൊക്കെ പറയാറുണ്ട്, ഈ ഉപവാസ പ്രാർത്ഥന എന്നൊക്കെ പറയുന്നത് പെന്തിക്കോസ്തുകാരുടെ ഒരു ആരാധന രീതിയാണ്. കാരണം നമുക്കറിയാം, നമ്മൾ റോഡിലൂടെ ഒക്കെ കടന്നു പോകുമ്പോൾ വലിയ ഫ്ലെക്സുകളും ബാനറുകളും ഒക്കെ ഉണ്ട്. എന്താണ്? 40 ദിവസത്തെ ഉപവാസ പ്രാർത്ഥന. ഇത് കാണുമ്പോൾ നമ്മൾ വിചാരിക്കും ഇതൊരു പെന്റക്കോസ്റ്റൽ ശൈലിയാണ് ഉപവസിച്ച് പ്രാർത്ഥിക്കുക എന്നുള്ളത്. എന്നാൽ പ്രിയപ്പെട്ടവരെ, ഈ മണിക്കൂറുകളിൽ നമ്മൾ തിരുവചനത്തിലൂടെ കടന്നു പോവുകയാണ്. വചനം എന്താണ് പഠിപ്പിക്കുക ഉപവാസത്തെ കുറിച്ച്, അല്ലെങ്കിൽ ഉപവാസ പ്രാർത്ഥനയെ കുറിച്ച്? ഉപവസിക്കുക എന്ന വാക്കിന്റെ അർത്ഥം തന്നെ കൂടെ വസിക്കുക എന്നാണ്. കൂടെ വസിക്കുക ആരോടൊപ്പം? ഈശോയോടൊപ്പം. എന്റെ ദൈവത്തോടൊപ്പം ഞാൻ കൂടെയായിരിക്കേണ്ട നിമിഷങ്ങളാണ് ഉപവാസത്തിന്റെ നിമിഷങ്ങൾ. അതായത് ആ നേരം നാം ഭക്ഷണം കഴിക്കാതിരുന്നു കൊണ്ട് TV കാണുകയോ മൊബൈലിൽ സംസാരിക്കുകയോ ഉല്ലാസത്തിൽ ഏർപ്പെടുകയോ ചെയ്യേണ്ട നിമിഷങ്ങളല്ല. ചിലരൊക്കെ പറയാറുണ്ട്, ബിഷപ്പിന്റെ ആ കാഠിന്യം അറിയാതിരിക്കാൻ വേണ്ടി ഞാൻ കുറെ നേരം സംസാരിച്ചു ഇഷ്ടപ്പെട്ട ഒരു വ്യക്തിയുമായിട്ട് മൊബൈലില്, അല്ലെങ്കിൽ ഇഷ്ടപ്പെട്ട ഒരു സിനിമ കണ്ടു, അല്ലെങ്കിൽ ഇഷ്ടപ്പെട്ട ഒരു പരിപാടിയുണ്ട്. പ്രിയപ്പെട്ടവരെ, ഉപവാസത്തിൻ്റെതായ മണിക്കൂറുകൾ ഇങ്ങനെ എൻജോയ്മെന്റിന് വേണ്ടി, ആസ്വാദനത്തിന് വേണ്ടിയുള്ള നിമിഷങ്ങളല്ല, മറിച്ച് എനിക്ക് തീർച്ചയായിട്ടും ലഭിക്കുമായിരുന്ന ഒരു ഭക്ഷണം, ഒരു പാനീയം, അത് ഞാൻ നിഷേധിക്കുകയാണ്. ആർക്കു വേണ്ടി? എന്റെ യേശുവിന് വേണ്ടി. അങ്ങനെ ഞാൻ അത് ത്യജിക്കുമ്പോൾ അത് ആരും എന്നെ നിർബന്ധിച്ചിട്ടല്ല, മറിച്ച് ഞാനായിട്ടെടുത്ത തീരുമാനമാണ്. എന്റെ ദൈവത്തിന് വേണ്ടി, എന്റെ ദൈവത്തിന് ഇഷ്ടപ്പെട്ട വ്യക്തിയായിട്ട് ഞാനൊന്ന് മാറുന്നതിന് വേണ്ടി ഞാൻ ഉപവസിക്കുമ്പോൾ ഞാൻ ഈശോയുടെ കൂടെ ആയിരിക്കുന്ന നിമിഷങ്ങളായിരിക്കണം ഉപവാസത്തിന്റെ നിമിഷങ്ങൾ. കൂടെ ആയിരിക്കുന്ന, കൂടെ വസിക്കുന്ന നിമിഷങ്ങൾ. ഗ്രീക്ക് ഭാഷയില് ഉപവാസം എന്ന വാക്കിന് സമാനമായ പദം നെസ്തുഹോ എന്ന വാക്കാണ് അവർ ഉപയോഗിക്കുക ഗ്രീക്ക് ഭാഷയിൽ. ഈ നെസ്തുഹോ എന്ന വാക്കിന്റെ അർത്ഥം മലയാളത്തിൽ പറയുമ്പോൾ മാറി നിൽക്കുക എന്നതാണ്. അതായത് ഉപവാസത്തിന്റെ സമയങ്ങളിൽ ഞാനും നിങ്ങളും മാറി നിൽക്കണം. എന്തിൽ നിന്നൊക്കെ? ഭക്ഷണപാനീയങ്ങളിൽ നിന്ന് മാറി നിൽക്കണം, ആഘോഷങ്ങളിൽ നിന്ന് മാറി നിൽക്കണം. ആ സമയം ദൈവത്തോട് കൂടെയായിരിക്കും. ഹീബ്രു ഭാഷയില് ഉപവാസത്തിന് പറയുന്നതായ പേര് സ്ത്രം എന്ന പദമാണ് അവർ ഉപയോഗിക്കുക. സ്ത്രം എന്ന വാക്കിന്റെ മലയാളത്തിന്റെ അർത്ഥം വായ മൂടുക എന്നാണ്. ഈ വായ മൂടുക എന്ന് നമ്മൾ പറയുമ്പോൾ ഭക്ഷണപാനീയങ്ങൾ കഴിക്കാതിരിക്കാൻ വേണ്ടി വായ മൂടുന്നു എന്ന അർത്ഥത്തിൽ മാത്രമല്ല, മറിച്ച് നമുക്കറിയാം, നമ്മുടെ പാപത്തെ കുറിച്ചുള്ള ക്ലാസ്സുകളിൽ ധ്യാനങ്ങളൊക്കെ പങ്കെടുക്കുമ്പോൾ നമുക്കറിയാം വ്യത്യസ്തങ്ങളായ പാപങ്ങളെ കുറിച്ച് നമ്മൾ മനസ്സിലാക്കുന്നുണ്ട്. എന്നാൽ പ്രിയപ്പെട്ടവരെ, നമ്മൾ ചിന്തിക്കാത്ത ഒരു പാപമേഖലയാണ് ഈ വാഗുകൊണ്ടുള്ള നമ്മുടെ പാപം. അതായത് അധരങ്ങൾ കൊണ്ട് നമ്മൾ പാപം ചെയ്യുന്നു. നമ്മളൊന്ന് ചിന്തിക്കുക, രാവിലെ നമ്മൾ കിടക്കയിൽ നിന്ന് എഴുന്നേൽക്കുന്ന ആ നിമിഷം മുതൽ രാത്രിയിൽ കിടക്കയിലേക്ക് എത്തുന്ന നിമിഷം വരെ നമ്മുടെ ഈ നാവിനെ ഏത് തരത്തിലാണ് പ്രിയപ്പെട്ടവരെ ഞാനും നിങ്ങളും വിനിയോഗിക്കുക? നമ്മുടെയൊക്കെ സംസാരം നമ്മളറിയാതെ റെക്കോർഡ് ചെയ്യുന്ന ഒരു സംവിധാനം ഉണ്ടായിരുന്നെങ്കിൽ പ്രിയപ്പെട്ടവരെ ഞാനും നിങ്ങളും അത്ഭുതപ്പെട്ടു പോകുമായിരുന്നു. ഈ വാക്കുകളൊക്കെ എന്റെ അധരത്തിൽ നിന്ന് ഞാൻ തന്നെ പറഞ്ഞതാണോ എന്ന്. ഒന്നുകിൽ എന്നെ തന്നെ മഹത്വപ്പെടുത്തി, എന്നെ തന്നെ വലുതാക്കി കാണിക്കുന്ന ചില വാക്കുകൾ എന്റെ വായിൽ നിന്ന് വരുന്നത് ഒന്നാമത് അതായിരിക്കും. എന്നെ തന്നെ ഞാൻ പുകഴ്ത്തുന്ന ചില വാക്കുകൾ, അല്ലെങ്കിൽ മറ്റൊരു വ്യക്തിയെ അധിക്ഷേപിക്കുന്ന, ഇല്ലാതാക്കുന്ന, അവന്റെ കുറ്റങ്ങളെയും കുറവുകളെയും എടുത്തു കാണിക്കുന്ന ചില കാര്യങ്ങളായിരിക്കും. അല്ലെങ്കിൽ ചില പാപകരമായ ചില കാര്യങ്ങളായിരിക്കും എന്റെയും നിങ്ങളുടെയും നാവിലൂടെ വരിക. അതുകൊണ്ട് ഈ സ്ത്രം എന്ന വാക്കിന്റെ അർത്ഥം വായ മൂടുക എന്ന് പറയുമ്പോൾ
ഭക്ഷണപാനീയങ്ങൾ കഴിക്കാതിരിക്കാൻ വേണ്ടി വായ മുഴുകന മാത്രമല്ല, ഈ ഉപവാസത്തിന്റെ സമയങ്ങളിൽ ഞാൻ എന്റെ വായ മൂടണം. അതായത് അനാവശ്യമായ സംസാരങ്ങള്, അനാവശ്യമായ എന്റെ പെരുമാറ്റങ്ങളൊക്കെ ഈ നേരത്തെ ഞാൻ മാറ്റിവെക്കണം. അതുകൊണ്ടാണ് പ്രഭാഷകന്റെ പുസ്തകത്തില് വളരെ വ്യക്തമായിട്ട് വചനം പഠിപ്പിക്കുക. പാപിയുടെ പതനത്തിന് കാരണം അവന്റെ ചുണ്ടുകളാണ്. ചീത്ത പറയുന്നവന്റെയും അഹങ്കാരിയുടെയും വീഴ്ചയ്ക്ക് കാരണം നാവ് തന്നെ. പ്രിയപ്പെട്ടവരെ, നമ്മുടെ നാവിനെ നമ്മൾ ദുരുപയോഗിക്കാതെ ഈ ഉപവാസത്തിന്റെ സമയങ്ങളിൽ ആയിരിക്കാനായിട്ട് നമുക്ക് ശ്രമിക്കാം. വീണ്ടും ഉപവാസത്തിൻ്റെതായ മേന്മകളിലേക്ക് കടന്നു വരുമ്പോ ലേവ്യരുടെ പുസ്തകത്തിലാണ് നമ്മൾ ഈ ഉപവാസത്തെ കുറിച്ച് കാണുക. പ്രിയപ്പെട്ടവരെ, ലേവ്യ പുസ്തകത്തിന്റെ 23-ാം അധ്യായം 26 മുതലുള്ള തിരുവചനങ്ങൾ. കർത്താവ് മോശയോട് അരുളി ചെയ്തു, 7-ാം മാസം 10-ാം ദിവസം പാപപരിഹാര ദിനമായിരിക്കണം. അത് വിശുദ്ധ സമ്മേളനത്തിനുള്ള ദിവസവുമാണ്. അന്ന് ഉപവസിക്കുകയും കർത്താവിന് ദഹനബലി അർപ്പിക്കുകയും ചെയ്യണം. നിങ്ങളുടെ ദൈവമായ കർത്താവിന്റെ മുമ്പിൽ പാപത്തിന് പരിഹാരം ചെയ്യുന്ന ദിനമാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. എന്റെയും നിങ്ങളുടെയും ജീവിതത്തില് ചിന്തയാല്, വാക്കാല്, പ്രവൃത്തിയാല് വന്നുപോയിട്ടുള്ള പാപങ്ങൾക്ക് പരിഹാരം അർപ്പിച്ചുകൊണ്ട് എന്റെ ശരീരത്തെയും എന്റെ ആത്മാവിനെയും ഞാനായിട്ട് മുറിപ്പെടുത്തുന്ന ദിവസങ്ങളായിരിക്കണം, നിമിഷങ്ങളായിരിക്കണം ഉപവാസത്തിൻ്റെതായ നിമിഷങ്ങൾ. ഇതാണ് വചനം പഠിപ്പിക്കുക. പിതാവായ ദൈവം മോശയോട് കൽപ്പിച്ച കാര്യമാണ്. അതായത് പെന്തക്കോസ്തുകാരോ അല്ലെങ്കിൽ കരിസ്മാറ്റിക്കുകാരോ കണ്ടുപിടിച്ച് നമുക്ക് തന്ന ഒരു ആരാധനാ രീതിയോ പ്രാർത്ഥനാ രീതിയോ അല്ല ഉപവാസത്തിൻ്റെത്. മറിച്ച് പിതാവായ ദൈവം മോശയിലൂടെ കൽപ്പിച്ച പ്രാർത്ഥനയാണ്. എന്തിനു വേണ്ടി? ചെയ്തു പോയ പാപങ്ങളെ ഓർത്ത് പശ്ചാത്തപിച്ചുകൊണ്ട്, അനുതപിച്ചുകൊണ്ട് വിശുദ്ധിയിലേക്ക് കടന്നു വരാൻ വേണ്ടി പിതാവായ ദൈവം നമുക്ക് വേണ്ടി മാറ്റിവെച്ചിട്ടുള്ള ഒരു പ്രാർത്ഥനാ രീതിയാണ് പ്രിയപ്പെട്ടവരെ ഈ ഉപവാസത്തിന്റെ പ്രാർത്ഥന. പഴയ നിയമത്തിൽ നമ്മൾ കാണാം, ചാക്കുടുത്ത് ചാരം പൂശി അനുതപിക്കുന്ന, ഉപവസിക്കുന്ന അനേകം പേരെ നമുക്ക് വചനത്തിലൂടെ കടന്നു പോകുമ്പോൾ കാണുവാനായിട്ട് സാധിക്കും. യോനാ പ്രവാചകന് നിനവിയിലേക്ക് ദൈവത്തിന്റെ സന്ദേശമാണ് കടന്നു ചെല്ലുന്ന കാര്യം. യോനാ പ്രവാചകന്റെ പുസ്തകം 3-ാം അധ്യായം 4 മുതലുള്ള തിരുവചനങ്ങൾ. യോന നഗരത്തിൽ കടന്ന് ഒരു ദിവസത്തെ വഴി നടന്നു. അനന്തരം അവൻ വിളിച്ചു പറഞ്ഞു, 40 ദിവസം കഴിയുമ്പോൾ നിനവെ നശിപ്പിക്കപ്പെടും. നിനവിയിലെ ജനങ്ങൾ ദൈവത്തെ വിശ്വസിച്ചു. അവർ ഒരു ഉപവാസം പ്രഖ്യാപിച്ചു. വലിയവരും ചെറിയവരും ഒന്നുപോലെ ചാക്കൊടുത്തു. ഈ വാർത്ത നിനവെ രാജാവ് കേട്ടു. യോനാ പ്രവാചകന്റെ ഉപവാസത്തിന് വേണ്ടിയുള്ള ഈ ആഹ്വാനം രാജാവ് കേട്ട് രാജാവ് ഒരു വിളംബരം പ്രഖ്യാപിക്കുകയാണ്. എന്താണത്? രാജാവ് പറയുകയാണ്, ഈ ഉപവാസത്തിൻ്റെതായ മണിക്കൂറുകളില് മനുഷ്യനോ മൃഗമോ കന്നുകാലിയോ ആടോ ഒന്നും ഭക്ഷിക്കരുത്. അവ മേയുകയോ വെള്ളം കുടിക്കുകയരുത്. മനുഷ്യനും മൃഗവും ചാക്കവസ്ത്രം ധരിച്ച് ദൈവത്തോട് ഉച്ചത്തിൽ വിളിച്ചപേക്ഷിക്കട്ടെ. ഓരോരുത്തരും തങ്ങളുടെ നിർമ്മാർഗത്തിൽ നിന്നും അക്രമങ്ങളിൽ നിന്നും പിന്തിരിയട്ടെ. പ്രിയപ്പെട്ടവരെ, ഈ രാജാവിന്റെ ഈ ആഹ്വാനത്തെ, വിളംബരത്തെ നിലവേ നിവാസികൾ ശിരസാ വഹിക്കുന്നതാണ്. പ്രിയപ്പെട്ടവരെ, വചനത്തിൽ നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. അതിന്റെ അനന്തരഫലം എന്തായിരുന്നു? ആ അധ്യായത്തിന്റെ 10-ാം തിരുവചനം ഇങ്ങനെ നമ്മളെ പഠിപ്പിക്കുന്ന പ്രിയപ്പെട്ടവരെ, തങ്ങളുടെ ദുഷ്ടതയിൽ നിന്ന് അവർ പിന്തിരിഞ്ഞു എന്ന് കണ്ട് ദൈവം മനസ്സ് മാറ്റി അവരുടെ മേൽ അയക്കുമെന്ന് പറഞ്ഞ തിന്മ അജൽ. ഹല്ലേലൂയ. യോനാ പ്രവാചകന്റെ ആഹ്വാനം കേട്ട് ചാക്കുടുത്ത് ചാരം പൂശി അവർ ഉപവസിച്ച് പ്രാർത്ഥിച്ചപ്പോൾ അവരുടെ മേൽ വരുമായിരുന്ന ഒരു വലിയ തിന്മയെ, ശിക്ഷയെ പിതാവാ ദൈവം മാറ്റിക്കൊടുത്തു. പ്രിയപ്പെട്ടവരെ, ഇതാണ് ഉപവാസ പ്രാർത്ഥനയുടെ ഒരു വലിയ പ്രാധാന്യം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. വീണ്ടും സാമുവേൽ പ്രവാചകന്റെ 2-ാമത്തെ പുസ്തകത്തിലേക്ക് കടന്നു വരുമ്പോ ബത്ശേബയുമായിട്ട് പാപം ചെയ്ത് ഒരു കുഞ്ഞിനെ ജനിപ്പിക്കുന്ന ദാവീദ്, ഒരു ആട്ടിടയനായിരുന്ന ദാവീദിനെ യഹോവയായ ദൈവം വേർതിരിച്ചു വിളിച്ചവനായിരുന്നു. എന്നാൽ രാജത്വത്തിന്റെ കിരീടം അവന്റെ ശിരസിലേറിയപ്പോൾ അവൻ പാപത്തിന്റെ വഴിയെ കടന്നു പോവുകയാണ്. സൈന്യാധിപനായ ഊറിയയുടെ ഭാര്യയായ ബത്ശേബയെ കണ്ട് അവളെ പ്രാപിക്കുന്നു. ഒരു കുഞ്ഞ് ജനിക്കുന്നു.
ഈ ബന്ധം തുടരാൻ വേണ്ടി ഊറിയായെ യുദ്ധത്തിന്റെ മുന്നണിയിൽ എത്തിക്കൊണ്ട് കൊല്ലിക്കുന്നു. ഒരു പാപത്തിന്റെ പിന്തുടർച്ചയായിട്ട് നിരവധി പാപങ്ങൾ ചെയ്തുകൊണ്ടുന്ന ദാവീദ് രാജാവ്. എന്നാൽ ഈ ദാവീദിനെ പൂർണ്ണമായിട്ട് ഉപേക്ഷിക്കുവാനായിട്ട് പിതാവ് ആരെയും തയ്യാറാകുന്നില്ല. മറിച്ച് നാഥാൻ പ്രവാചകനെ അയച്ചുകൊണ്ട് താൻ ചെയ്ത തെറ്റിന്റെ കാഠിന്യം അവനെ ബോധ്യപ്പെടുത്തിയാണ് പ്രിയപ്പെട്ടവരെ. അങ്ങനെ ബോധ്യപ്പെടുത്തി കഴിയുമ്പോൾ ദാവീദ് പശ്ചാത്താപത്തിലേക്ക്, അനുതാപത്തിലേക്ക് കടന്നു വരുന്നുണ്ട്. എന്നാൽ ഇവിടെ ഒരു കാര്യം സംഭവിക്കുന്നുണ്ട്. ഒരു വലിയ തെറ്റ് ദാവീദ് ചെയ്തുകൊണ്ട് ദാവീദിനുണ്ടായ ബത്ശേബായിൽ ജനിച്ച ആ കുഞ്ഞിന് ഒരു പ്രഹരമേൽക്കുകയും ആ കുഞ്ഞ് മരിക്കുകയുമാണ് പ്രിയപ്പെട്ടവർ. കാരണം ദൈവം വേർതിരിച്ചു വിളിച്ച ദാവീദ് ദൈവത്തോട് വിധേയത്വം കാണിക്കാത്തതുകൊണ്ട് ദൈവം ദാവീദിന്റെ കുഞ്ഞിനെ പ്രഹരിക്കുന്നു. എന്നാൽ ഈ കുഞ്ഞിന്റെ മരണത്തിന് മുന്നേ ദാവീദ് ഉപവസിക്കുകയാണ്. സാമൂൽ പ്രവാചകന്റെ 2-ാം പുസ്തകം 12-ാം അധ്യായത്തിന്റെ 15 മുതലുള്ള വചനങ്ങൾ. നാഥാൻ വീട്ടിലേക്ക് മടങ്ങി. ഊറിയയുടെ ഭാര്യ പ്രസവിച്ച ദാവീദിന്റെ കുഞ്ഞിന് കർത്താവിന്റെ പ്രഹരമേറ്റു. അതിന് രോഗം പിടിപെട്ടു. കുഞ്ഞിന് വേണ്ടി ദാവീദ് ദൈവത്തോട് പ്രാർത്ഥിച്ചു. അവൻ ഉപവസിച്ചു. രാത്രി മുഴുവൻ മുറിയിൽ നിലത്ത് കിടന്നു. പട്ടുമത്തയിൽ കിടന്നുറങ്ങിയിരുന്ന ദാവീദ് രാജാവിത രാത്രി മുഴുവൻ ഉപവസിച്ച് പ്രാർത്ഥിക്കുകയാണ് പ്രിയപ്പെട്ടവരെ. താൻ മറന്ന, താൻ ഒഴിവാക്കിയ ആ ദൈവത്തിന്റെ അനുകമ്പയ്ക്ക് വേണ്ടി, അനുഗ്രഹത്തിന് വേണ്ടി. ഹല്ലേലൂയ, ഹല്ലേലൂയ. വീണ്ടും ഇസ്രായേൽ ജനതയെ വീണ്ടെടുക്കുവാൻ വേണ്ടി ഹോളോഫർണസ് എന്ന സൈന്യാധിപനിൽ നിന്നും തന്റെ ജനത്തെ രക്ഷിക്കാൻ വേണ്ടി കടന്നു വരുന്ന ഒരു മഹത് വ്യക്തിത്വമാണ് യോരിത്ത് എന്ന വനിത. അവൾ തന്റെ ഉദ്യമം സാധിക്കുന്നു. ഒരു വലിയ സൈന്യാധിപനെ വശംവദനാക്കി അവനെ കൊണ്ട് അവന്റെ ശിരസ്സെടുത്ത് അവനെ കൊന്നുകൊണ്ട് ഇസ്രായേൽ ജനതയെ സംരക്ഷിക്കാനായിട്ട് അവൾ തയ്യാറാകുന്നു. അതിനവളെ സഹായിച്ചത് വാളോ പരിചയോ മറ്റായുധങ്ങളോ ഒന്നുമല്ല പ്രിയപ്പെട്ടവരെ. യൂരിത്തിന്റെ പുസ്തകത്തിന്റെ 8-ാം അധ്യായത്തില് അവളെ ഈ ഒരു വലിയ ഉദ്യമത്തിന് പ്രാപ്തിയാക്കിയ എന്താണെന്ന് തിരുവചനം പഠിപ്പിക്കുകയാണ്. അവൾ പുരമുകളിൽ ഒരു കൂടാരം നിർമ്മിച്ചു. അരികൾ ചാക്കു ചുറ്റുകയും വൈദ്യവ്യ വസ്ത്രങ്ങൾ ധരിക്കുകയും ചെയ്തു. വിധവയായതിനു ശേഷം സാപത്തിന്റെ തലേനാളും സാപത്തും അമാവാസിയുടെ തലേനാളും അമാവാസിയും ഉത്സവ ദിനങ്ങളും ഇസ്രായേൽ ജനത്തിന്റെ ആഹ്ലാദ ദിനങ്ങൾ ഒഴികെ മറ്റെല്ലാ ദിവസവും അവൾ ഉപവാസം അനുഷ്ഠിച്ചു. ചില ആഘോഷ ദിവസങ്ങൾ ഒഴികെ മറ്റെല്ലാ ദിവസങ്ങളിലും അവള് ഉപവസിച്ച് പിതാവായ ദൈവത്തോട് യാഹവയോട് പ്രാർത്ഥിച്ചു. എന്തിനു വേണ്ടി? ഈ ഹോളോഫർണസിൽ നിന്നും ഇസ്രായേലത്തെ രക്ഷിക്കാനുള്ള പ്രിയപ്പെട്ടവരെ. ഹല്ലേലൂയ, ഹല്ലേലൂയ. വീണ്ടും അപ്പസ്തോല പ്രവർത്തനങ്ങളിലേക്ക് കടന്നു വരുമ്പോൾ, പുതിയ നിയമത്തിലേക്ക് കടന്നു വരുമ്പോൾ വിശുദ്ധനായ പൗലോസ്ലീഹ ബർന്നബാസിനോടൊത്ത് വ്യത്യസ്തങ്ങളായ നഗരങ്ങളിലൂടെ, ഗ്രാമങ്ങളിലൂടെ യേശുവിന്റെ സുവിശേഷം പ്രചരിപ്പിച്ചുകൊണ്ട് നടക്കുമ്പോൾ ഈ ലോകത്തിന്റെ എല്ലാ ഭൂഖണ്ഡങ്ങളിലേക്കും എല്ലാ ഇടങ്ങളിലേക്കും യേശുവിനെ കൊടുക്കുവാന് അവരെ പ്രാപ്തരാക്കിയതും ഈ ഉപവാസ പ്രാർത്ഥനയാണ് പ്രിയപ്പെട്ടവരെ. അപ്പസ്തോല പ്രവർത്തനങ്ങളുടെ 14-ാം അധ്യായത്തിന്റെ 22 മുതലുള്ള വചനങ്ങൾ വിശ്വാസത്തിൽ നിലനിൽക്കണമെന്നും നിരവധി പീഡനങ്ങളിലൂടെ ദൈവരാജ്യത്തിൽ പ്രവേശിക്കണമെന്നും ഉപദേശിച്ചുകൊണ്ട് ശിഷ്യരുടെ മനസ്സിനെ അവർ ശക്തിപ്പെടുത്തി. അവർ സഭകൾ തോറും ശ്രേഷ്ഠന്മാരെ നിയമിച്ച് പ്രാർത്ഥനയോടും ഉപവാസത്തോടും കൂടെ അവരെ തങ്ങൾ വിശ്വസിച്ച കർത്താവിന് ഹല്ലേലൂയ, പ്രാർത്ഥനയോടും ഉപവാസത്തോടും കൂടി. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. വീണ്ടും വിശുദ്ധനായ പൗലോസ്ലീഹ കൊരിന്ത്യർക്ക് എഴുതിയ 2-ാം ലേഖനത്തിന്റെ 6-ാം അധ്യായത്തിൽ വിശുദ്ധിയിലേക്ക് കടന്നു വരുവാന് ആഗ്രഹിക്കുന്ന ഓരോ വ്യക്തികളും ഈശോയോട് അനുരൂപപ്പെടാൻ വേണ്ടി ചില കാര്യങ്ങളിലൂടെ കടന്നു പോകണമെന്ന് സ്ലീഹായോട് പഠിപ്പിക്കുകയാണ്. ആ കൂട്ടത്തിലും ഉപവാസം വളരെ പ്രാധാന്യമർഹിക്കുന്ന പ്രിയപ്പെട്ടവരെ സ്ലീഹ പഠിപ്പിക്കുകയാണ്. വിശപ്പിൽ, ശുദ്ധതയിൽ, ജ്ഞാനത്തിൽ, ക്ഷമയിൽ, ദയയിൽ. ഈ ഗുണങ്ങളോടൊപ്പം വിശപ്പിൽ എന്ന് പറയുമ്പോൾ എന്റെ ദൈവത്തിന് വേണ്ടി ഞാൻ ചില മണിക്കൂറുകളിൽ വിശന്നിരിക്കണമെന്ന് എന്റെ ദൈവം ആഗ്രഹിക്കുന്നു. വിശപ്പിന്റെ വില അറിയുവാനായിട്ട് എന്റെ ദൈവം ആഗ്രഹിക്കുന്ന പ്രിയപ്പെട്ടവരെ, നമുക്കറിയാം നമ്മുടെ ഹൈന്ദവ സഹോദരങ്ങൾ
ശബരിമല തീർത്ഥാടനത്തിന് സമയമാണിത്. അല്ലെങ്കിൽ റംസാൻ നോയമ്പിനോടനുബന്ധിച്ച് മുസ്ലിം സഹോദരങ്ങളൊക്കെ വളരെ തീക്ഷ്ണമായിട്ട് നോമ്പെടുക്കുന്നവരാണ്, ഉപവാസം അനുഷ്ഠിക്കുന്നവരാണ്. എന്നാൽ പ്രിയപ്പെട്ടവരെ, വചനം പഠിപ്പിക്കുന്ന ഈ ഉപവാസത്തിന് വലിയ പ്രാധാന്യം കൊടുക്കാനായിട്ട് നമ്മൾ ശ്രമിക്കുന്നില്ല. എല്ലാ പാപങ്ങൾക്കും ചില വചനഭാഗങ്ങൾ എടുത്ത് അതിനെ ന്യായീകരിക്കുന്ന നമ്മൾ അതിനൊരു വചനഭാഗം കണ്ടിട്ടുണ്ട്. എന്താണ്? ഒരുവനെ അശുദ്ധനാക്കുന്നത് വായിലേക്ക് വരുന്നവയല്ല, മറിച്ച് വായിൽ നിന്നും പുറത്തേക്ക് വരുന്നവയാണെന്ന ആ വാക്യത്തെ എടുത്തുപയോഗിച്ചുകൊണ്ട് ഉപവസിക്കാതിരിക്കുവാൻ വേണ്ടി പ്രിയപ്പെട്ടവരെ ഞാൻ നിങ്ങളും ശ്രമിക്കുന്നെങ്കിൽ ഈ ഉപവാസത്തിന്റെ പ്രാർത്ഥനയിലൂടെ ചൈതന്യം പ്രാപിക്കുന്നവരായി കൃപ ധരിക്കുന്നവരെ മാറുവാനായിട്ട് പ്രിയപ്പെട്ടവരെ എനിക്ക് നിങ്ങൾക്ക് സാധിക്കണം. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. വീണ്ടും വചനം പഠിപ്പിക്കുന്നു. ഉപവാസം അനുഷ്ഠിക്കുമ്പോൾ എന്ത് മനോഭാവമാണ് പ്രിയപ്പെട്ടവരെ എനിക്ക് നിങ്ങൾക്ക് ഉണ്ടാകേണ്ടത്? ഒരു ചടങ്ങിന് വേണ്ടി അല്ലെങ്കിൽ ആരെങ്കിലും കാണിക്കുവാൻ വേണ്ടി ഞാനൊരു ഭക്തനാണെന്ന് വീമ്പിളക്കുന്നതിന് വേണ്ടി ഉപവസിക്കുന്നവരാണോ? വിശുദ്ധനായ മത്തായിയുടെ സുവിശേഷം 6-ാം അധ്യായത്തിന്റെ 16 മുതലുള്ള തിരുവചനങ്ങൾ ഈശോ വളരെ വ്യക്തമായിട്ട് പഠിപ്പിക്കുകയാണ്. ഈശോ പറയുന്നു, നിങ്ങൾ ഉപവസിക്കുമ്പോൾ കപട നാട്യക്കാരെ പോലെ വിഷാദം ഭാവിക്കരുത്. തങ്ങൾ ഉപവസിക്കുന്നുവെന്ന് അന്യരെ കാണിക്കാൻ വേണ്ടി അവർ മുഖം വികൃതമാക്കുന്നു. സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു, അവർക്ക് പ്രതിഫലം ലഭിച്ചു കഴിഞ്ഞു. വീണ്ടും ഈശോ പഠിപ്പിക്കുകയാണ്, എന്നാൽ നീ ഉപവസിക്കുന്നത് അദൃശ്യനായ പിതാവല്ലാതെ മറ്റാരും കാണാതിരിക്കുന്നതിന് ശിരസിൽ തൈലം പൂശുകയും മുഖം കഴുകുകയും ചെയ്യുക. രഹസ്യങ്ങൾ അറിയുന്ന പിതാവ് നിനക്ക് പ്രതിഫലം നൽകും. ഹല്ലേലൂയ. നിന്റെ ഉപവാസത്തിന് പ്രതിഫലം നൽകേണ്ടത് ആരാണ്? നിന്റെ ദൈവമാണ്. നിന്റെ ജീവിത പങ്കാളിയെയോ നിന്റെ മക്കളെയോ നിന്റെ കൂട്ടായ്മയിലുള്ളവരെയോ നിന്റെ സുഹൃത്തുക്കളെയോ കാണിക്കാൻ വേണ്ടിയോ അല്ല, നിന്നെ തന്നെ ഞാനൊരു വലിയ ഭക്തനാണെന്ന് സ്വയം ഒന്ന് എടുത്തു ഉയർത്താൻ വേണ്ടിയുള്ള പ്രിയപ്പെട്ടവര്, മറിച്ച് നിന്റെ സ്വർഗസ്വനായ പിതാവിന്റെ മുന്നിൽ നിനക്ക് എളിമപ്പെടുവാൻ, നിന്റെ കഴിഞ്ഞകാല ജീവിതത്തില് നിന്റെ ചിന്തയാല് വാക്കാല് പ്രവൃത്തിയാല് നീ ചെയ്തു പോയ പാപങ്ങളും നിന്റെ ദൈവത്തിൽ നിന്നും അകറ്റി മാറ്റിയ ആ പാപത്തിന്റെ മേഖലകളിൽ ഒരു വിടുതൽ ലഭിക്കാൻ വേണ്ടി നീ ഉപവസിക്കാനാണ് പ്രിയപ്പെട്ടവരെ വചനം പഠിപ്പിക്കുക. ഒരു ചേട്ടന് ഉപവാസം എടുക്കണമെന്ന് ഭയങ്കര ആഗ്രഹമാണ്. പക്ഷെ ഉപവാസം എടുക്കാൻ എത്ര ശ്രമിച്ചിട്ടും ചേട്ടന് സാധിക്കുന്നില്ല. പക്ഷെ ഭയങ്കര തീവ്രമായ ആഗ്രഹം. അദ്ദേഹം ചെന്ന് വികാരിയച്ഛൻ്റെ അടുത്ത് എന്ന് പറഞ്ഞു, അച്ഛാ എനിക്ക് ഉപവസിക്കണമെന്ന് ഭയങ്കര ആഗ്രഹമാണ്, പക്ഷെ എത്ര ശ്രമിച്ചിട്ടും സാധിക്കുന്നില്ല. അതുകൊണ്ട് ഞാനൊരു കാര്യം ചെയ്തോട്ടെ. അച്ഛൻ എന്താണ് ചോദിക്കുന്നത് അറിയാൻ വേണ്ടി ചെവി കുറിപ്പിച്ചു. അച്ഛനെ ചോദിച്ചു, ഒരു പഴത്തിന്റെ പകുതി ഈ ഉപവാസത്തിന്റെ സമയത്ത് ഞാൻ തിന്നോട്ടെ. അച്ഛൻ വിചാരിച്ചു, എന്ത് പാവമായ ഒരു മനുഷ്യൻ. ഒരു പഴം എന്ന് വെച്ചാൽ ആകെ ഇത്രയും കാണും. ഈ ഏത്തപ്പഴമാണെങ്കിലും നമുക്കറിയാം അതിന്റെ പകുതി എന്ന് പറയുമ്പോൾ എത്രയുണ്ട്. ഈ ഒരു കുഞ്ഞു പഴം തിരുന്ന കാര്യത്തിനാണല്ലോ ഈ പാവം ചേട്ടൻ ചോദിച്ചു. അച്ഛൻ പറഞ്ഞു, ഈ കാലത്തും ഇത്ര നല്ല മനുഷ്യരൊക്കെ ഉണ്ടല്ലോ. അച്ഛന് വളരെ സ്നേഹം തോന്നി. ചേട്ടൻ വീട്ടിൽ ചെന്നു. അടുക്കളയിലേക്ക് ചെന്നപ്പോൾ ഒരു മുഴുവൻ ചക്ക പഴുത്ത് നല്ല മണമൊക്കെ ആയിട്ട് ഇരിപ്പുണ്ട്. ചേട്ടൻ വെട്ടിലെത്തിയെടുത്ത് ആ ചക്കയുടെ നേർ പകുതി മുറിച്ച് തിന്നു. വീട്ടുകാരി വന്ന് നോക്കിയപ്പോൾ ഈ ചക്കയുടെ കൂഞ്ഞി മുടല് തുറന്ന് ചേട്ടനെ കാണുന്നില്ല. ചേച്ചി ചോദിച്ചു, നിങ്ങൾ എന്താണ് മനുഷ്യ കാണിക്കുന്നത്? ചേട്ടൻ പറഞ്ഞു, അച്ഛനോട് ഞാൻ ചോദിച്ചിട്ടാണ്. ഞാൻ ചോദിച്ചു, ഒരു പഴത്തിന്റെ പകുതി തിന്നുന്നത് കൊണ്ട് ദോഷം വല്ലതും ഉണ്ടോ? അച്ഛൻ പറഞ്ഞു, ഒരു പഴത്തിന്റെ പകുതിയല്ലേ, ചക്കപ്പഴം പഴമല്ലേ. പ്രിയപ്പെട്ടവരെ, ഇങ്ങനെ ഉപവാസം അനുഷ്ഠിക്കുന്നതുകൊണ്ട് എനിക്ക് നിങ്ങൾക്കും വലിയ വിടുതലൊന്നും കിട്ടുകയില്ല. ഈ ചേട്ടനെ സംബന്ധിച്ച് ഒരു കഥയോടുണ്ട്. കഥ കേൾക്കാൻ ഇഷ്ടമായിട്ട് അതുകൂടി പറഞ്ഞ് വയലത്തേക്ക് കടന്നു പോകാം. ഈ ചേട്ടൻ വീണ്ടും ഒരു അച്ഛനോട് എന്ന് ചോദിച്ചു, അച്ഛാ, റോഡിൽ കിടക്കുന്ന ഒരു ചെറിയ കയറിന്റെ കഷണം എടുക്കുന്നതുകൊണ്ട് വല്ല ദോഷമുണ്ടോ? അച്ഛൻ പറഞ്ഞു, ഒരു കയറിന്റെ ചെറിയ കഷ്ണമല്ലേ, മറ്റൊരു വ്യക്തിയുടെ വസ്തുക്കളൊക്കെ എടുക്കുന്നത് പാപമാണ്, മോശമാണെന്നാലും ഒരു കയറിന്റെ ഒരു ചെറിയ അറ്റമായതുകൊണ്ട് പ്രാർത്ഥിച്ചാൽ അത് മാറിക്കൊള്ളുമെന്ന് പറഞ്ഞു. ചേട്ടൻ വീട്ടിൽ നിന്ന് ഭാര്യയോട് പറഞ്ഞു. അച്ഛൻ പറഞ്ഞു, കയറിന്റെ ഒരു ചെറിയ അറ്റം എടുത്തോളൂ. അവരോട് പറഞ്ഞു, ആ ചെറിയ കയറിന്റെ അറ്റത്ത് ഒരു പശുക്കുട്ടി കൂടി ഉണ്ടായിരുന്നു. ആരെന്നെ പശുവിനെ പൊടിച്ചുകൊണ്ട് വന്നിട്ടാണ് ഈ ന്യായം പറയാൻ പ്രിയപ്പെട്ടവര്. പലപ്പോഴും എന്റെയും നിങ്ങളുടെയും വിശ്വാസത്തിൻ്റെതായ പ്രകടനങ്ങൾ ഇങ്ങനെയാണ്. മറ്റുള്ളവരെ കാണിക്കുവാൻ വേണ്ടി, ആളാകാൻ വേണ്ടി വചനം പഠിപ്പിക്കുന്നു. നിന്റെ ദൈവത്തെ കബളിപ്പിക്കാൻ സാധിക്കില്ല. ജീവിത പങ്കാളിയെ കബളിപ്പിക്കാം, മക്കളെ കളിപ്പിക്കാം, ഇടവികാരിയെ കളിപ്പിക്കാം,
ധ്യാനവരെയൊക്കെ കവളിപ്പിക്കാം, എല്ലാവരും നമുക്ക് കവളിപ്പിക്കാം. പക്ഷേ നിന്റെ ജീവിതത്തിന്റെ ഓരോ മിനിറ്റുകളിലും നിമിഷങ്ങളിലും നിന്റെ മനസ്സിന്റെ വിചാര വികാരങ്ങളെ തിരിച്ചറിയുന്ന ഒരു ദൈവമുണ്ട്. നിന്റെ മനസ്സിലേക്ക് ഒരു വിചാര വികാരങ്ങൾ കടന്നു വരുന്നതിന് മുന്നേ അത് മനസ്സിലാക്കി പ്രതികരിക്കുന്ന ഒരു ദൈവമുണ്ട്. ആ ദൈവത്തിന്റെ സന്നിധിയിൽ ആ ദൈവത്തെ കബളിപ്പിക്കാണ്ട് പ്രിയപ്പെട്ടവരെ എനിക്ക് നിങ്ങൾക്കും സാധിക്കുകയില്ല. വീട് നമുക്ക് ചിന്തിക്കാം, എന്തുകൊണ്ടാണ് ഇങ്ങനെ പട്ടിണിയൊക്കെ കിടന്ന് ഉപവാസമെടുത്ത് നമ്മൾ പ്രാർത്ഥിക്കണമെന്ന് ദൈവം ആഗ്രഹിക്കുക. പ്രിയപ്പെട്ടവരെ, നമ്മുടെയൊക്കെ ജീവിതത്തിലുള്ള ഒരു വലിയ കുറവാണ്, ബലഹീനതയാണ്, എല്ലാ മനുഷ്യരുള്ള കുറവാണ്. എന്താണ്? പ്രാർത്ഥിക്കുന്നുണ്ടെങ്കിലും ധ്യാനിക്കുന്നുണ്ടെങ്കിലും ശുശ്രൂഷകളൊക്കെ പങ്കെടുക്കുന്നുണ്ടെങ്കിലും നമ്മുടെ ചായം എങ്ങോട്ടാണ്? പാപത്തിലേക്കാണ്. എപ്പോഴും നമ്മൾ ഒത്തിരി പ്രാർത്ഥിക്കുന്നു, പക്ഷെ ഒരു പാപത്തിന്റെ മേഖല കണ്ടാൽ അത് കണ്ണിന്റെ ആകട്ടെ, ചെവിയുടെ ആകട്ടെ, വായനയുടെ ആകട്ടെ ഉപേക്ഷിക്കാൻ പ്രിയപ്പെട്ടവരെ എനിക്ക് നിങ്ങൾക്കും മടിയാണ്. അത് ദൈവത്തിന് വളരെ വ്യക്തമായിട്ടറിയാം. ഒത്തിരി തീക്ഷണോടെ പ്രാർത്ഥിക്കുന്നു, ഒത്തിരി തീക്ഷണോടെ ആരാധനയിൽ പങ്കെടുക്കുന്നു, ഇതെല്ലാം ചെയ്യുന്നുണ്ടെങ്കിലും പാപത്തെ പൂർണ്ണമായിട്ട് വിട്ടൊഴിയുവാനായിട്ട് എനിക്ക് നിങ്ങൾക്കും പ്രിയപ്പെട്ടവരെ സാധിക്കുന്നില്ല. നമ്മളൊക്കെ പാപത്തിന്റെ അവസ്ഥയിലാണ്. ഈ പാപത്തിന്റെ അവസ്ഥയിൽ നമ്മൾ ഈശോയിൽ നിന്നും ദൈവത്തിൽ നിന്നും വിട്ടുമാറിക്കൊണ്ട് പിശാചിന്റെ പിണിയാളികളായിട്ട് മാറുന്നു. അപ്പോൾ അങ്ങനെ പിശാചിലേക്ക് പോകുന്ന എന്റെ ജീവിതത്തെ, എന്റെ ശരീരത്തെ ഒന്ന് ക്രമപ്പെടുത്തണം, വീണ്ടും അത് ദൈവത്തിലേക്ക് കൊണ്ടുവരണം. അതിനാണ് പ്രിയപ്പെട്ടവരെ ചില പ്രാർത്ഥനകള്, ധ്യാനങ്ങള്, ഉപവാസങ്ങള്, ജാഗരണങ്ങളൊക്കെ സഭ നിർദ്ദേശിക്കുന്നത്. വിശുദ്ധ പൗലോസ് റോമാക്കടിയ ലേഖനത്തിന്റെ 2-ാം അധ്യായത്തിന്റെ 10-ാം തിരുവചനം ഇങ്ങനെ എഴുതപ്പെട്ടിരിക്കുന്നു: നീതിമാനായി ആരുമില്ല, ഒരുവൻ പോലുമില്ല, കാര്യം ഗ്രഹിക്കുന്നവനില്ല, ദൈവത്തെ അന്വേഷിക്കുന്നവനുമില്ല, എല്ലാവരും വഴിതെറ്റിപ്പോയി, എല്ലാവർക്കും ഒന്നടങ്കം തെറ്റുപറ്റിയിരിക്കുന്നു, നന്മ ചെയ്യുന്നവനില്ല, ഒരുവൻ പോലുമില്ല. പ്രിയപ്പെട്ടവരെ, ഇതാണ് എന്റെയും നിന്റെയും അവസ്ഥ. അതുകൊണ്ടാണ് പ്രിയപ്പെട്ടവരെ ഈ പാപത്തിന്റെ മേഖലയിൽ നിന്നും എനിക്കൊരു വിടുതൽ ലഭിക്കുവാൻ ഞാൻ ഏറ്റവും കൂടുതൽ പാപങ്ങൾ ചെയ്യുക എന്റെ ശരീരം കൊണ്ടാണ്. എന്റെ ശരീരത്തിന്റെ മനസ്സിന്റെ അവസ്ഥ കൊണ്ട്, എന്റെ ചിന്ത കൊണ്ട്, എന്റെ പ്രവൃത്തി കൊണ്ട്. അതുകൊണ്ട് ഈ ശരീരത്തിനെ ഒന്ന് മുറിപ്പെടുത്തുവാൻ വേണ്ടി, വിശപ്പിന്റെ കാഠിന്യം ഞാനെന്ന് അറിയുവാൻ വേണ്ടി, അല്ലെങ്കിൽ വിശക്കുന്നവന്റെ നൊമ്പരം ഞാനെന്ന് അറിയാൻ വേണ്ടി ഉപവസിച്ച് പ്രാർത്ഥിക്കാനാണ് പ്രിയപ്പെട്ടവരെ വചനം നമ്മളെ പഠിപ്പിക്കുകയാണ്.